ശ്രോതാവേ, ഈ പുതിയൊരു വിവരവിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് കത്തോലിക്ക സഭയുടെ കാറ്റിക്കിസം, അതായത് മതബോധന ഗ്രന്ഥത്തെക്കുറിച്ചാണ്. അതെ, പ്രത്യേകിച്ചും അതിലെ 811 മുതൽ 865 വരെയുള്ള ഖണ്ഡികകൾ. സഭയുടെ അടിസ്ഥാന സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഏക, വിശുദ്ധ, കത്തോലിക, അപ്പസ്തോലിക എന്നിങ്ങനെ 4 വലിയ സവിശേഷതകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വലിയ തിയോളജി ഒന്നുമില്ലാതെ വളരെ ലളിതമായി ഇതൊന്ന് ഡീകോഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ശരിയാണ്. കാരണം ഈ 4 വാക്കുകൾ വെറും ചരിത്രപരമായ ലേബലുകൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം കൂടിയാണിത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആശയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? അതായത് സഭ ഏകവും വിശുദ്ധവുമാണ് എന്നുള്ളത്. തീർച്ചയായും. സഭയുടെ ഈ ഐക്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വമാണ് എന്നാണ് ഗ്രന്ഥത്തിൽ പറയുന്നത്. ഒരു മിനിറ്റ്, അവിടെ എനിക്കൊരു വലിയ സംശയം തോന്നുന്നുണ്ട്. ലക്ഷക്കണക്കിന് വ്യത്യസ്തരായ ആളുകളുള്ള, ഒരുപാട് പാപികളൊക്കെയുള്ള ഒരു മനുഷ്യ സമൂഹം എങ്ങനെയാണ് ഒരേ സമയം ഏകവും വിശുദ്ധവുമാകുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. അല്ല, ചരിത്രം നോക്കിയാൽ തന്നെ ഒരുപാട് ഹെരസികളും അഥവാ വേദവിപരീതങ്ങളും അതുപോലെ വലിയ പിളർപ്പുകളുമൊക്കെ സഭയെ മുറിവേൽപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ വിശുദ്ധി നിലനിൽക്കുന്നത്? ആ ഒരു വൈരുദ്ധ്യം തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ കൗതുകം. അതായത് സഭ എന്ന് പറയുന്നത് പുണ്യവാളന്മാർക്ക് മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് മ്യൂസിയം അല്ല. അതൊരു കിടിലൻ പോയിന്റാണ്. ഒരു മ്യൂസിയം അല്ല, മറിച്ച് പാപികൾക്ക് സൗഖ്യം നൽകുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്ന് പറയാമല്ലേ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ഇതൊരു വലിയ ഓർക്കസ്ട്ര പോലെയാണ്. ഒരുപാട് വ്യത്യസ്ത ഉപകരണങ്ങളുണ്ട്. അവയെല്ലാം ചേർന്ന് ഒരുമിച്ചൊരു സംഗീതം സൃഷ്ടിക്കുന്നു. ഓഹോ, അപ്പോ പാപികളുണ്ടെങ്കിലും അത് സഭയുടെ വിശുദ്ധിയെ ബാധിക്കുന്നില്ല? ഇല്ല. കാറ്റിക്കിസത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഗോതമ്പും കളകളും ഒരുമിച്ച് വളരുന്ന പോലെയാണ് ഇതെന്ന്. ലോകാവസാനം വരെ നന്മയും തിന്മയും സഭയിലുണ്ടാകും. അപ്പോ ഈ വ്യത്യസ്തതകൾക്കിടയിലും അവരെ ബന്ധിപ്പിച്ചു നിർത്തുന്ന ഘടകം എന്താണ്? അതിന്റെ ഉത്തരം സ്നേഹമെന്നാണ്. സഭയുടെ ജീവനെന്ന് പറയുന്നതേ ഈ സ്നേഹമാണ്. ലിസ്യോയിലെ വിശുദ്ധ തെരേസ പറയുന്നത്, ആ വിശുദ്ധ എന്താ പറയുന്നത്? സഭയ്ക്ക് സ്നേഹമില്ലായിരുന്നെങ്കിൽ അപ്പസ്തോലന്മാർ സുവിശേഷം പ്രസംഗിക്കില്ലായിരുന്നു എന്നാണ്. ആ സ്നേഹമാണ് സഭയെ വിശുദ്ധീകരിക്കുന്നത്. ശരി, പക്ഷേ ഈ സ്നേഹം എന്നതൊരു അമൂർത്തമായ ആശയമല്ലേ? അത് വെച്ചുകൊണ്ട് ഇത്രയും വലിയൊരു ആഗോള പ്രസ്ഥാനത്തിന് ചിതറിപ്പോകാതെ നിൽക്കാൻ പറ്റുമോ? കുറച്ചുകൂടി പ്രായോഗികമായ എന്തെങ്കിലും സംവിധാനം വേണ്ടേ? ആ ഒരു ചോദ്യം നമ്മളെ അടുത്ത 2 സവിശേഷതകളിലേക്ക് കൊണ്ടുപോകും. അതായത് കാതോലികവും അപ്പസ്തോലികവും. ഈ കാതോലികം എന്നതിനർത്ഥം സാർവത്രികം അല്ലെങ്കിൽ യൂണിവേഴ്സൽ എന്നാണല്ലോ. അതെ, ക്രിസ്തു ഈ സഭയെ മനുഷ്യവർഗം മുഴുവനിലേക്കുമാണ് അയച്ചിരിക്കുന്നത്. അവിടെ വേർതിരിവുകളില്ല. ഇവിടെ ഞാൻ വീണ്ടും ഒരു സംശയം ചോദിക്കട്ടെ. നമ്മൾ കേട്ടിട്ടുണ്ട് സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്നൊക്കെയുള്ള പഴയ വാക്യങ്ങൾ. അതൊക്കെ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇതെല്ലാവരെയും ഉൾക്കൊള്ളുന്ന യൂണിവേഴ്സൽ ആകുന്നത്? മറ്റു മതസ്ഥർക്ക് രക്ഷയില്ല എന്നാണോ? അല്ലല്ല, അവിടെയാണ് ആളുകൾക്ക് തെറ്റുപറ്റുന്നത്. കാറ്റിക്കിസത്തിന്റെ ലോജിക്ക് അതല്ല. ഈ വാക്യത്തിനർത്ഥം മറ്റു മതസ്ഥർക്കെല്ലാം നരകമാണ് എന്നല്ല. ശരിക്കും? അപ്പൊ പിന്നെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ ക്രിസ്തുവിനെ അറിയാൻ കഴിയാത്തവർക്കും രക്ഷ പ്രാപിക്കാമെന്ന് രേഖകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഓ, അതായത് അവർ ആത്മാർത്ഥമായി നന്മ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ? അതെ, ഒരാൾ സത്യവും നന്മയും അന്വേഷിക്കുമ്പോൾ അയാൾ പരോക്ഷമായി ദൈവത്തെ തന്നെയാണ് അന്വേഷിക്കുന്നത്. അതിനാൽ അവർക്ക് ലഭിക്കുന്ന രക്ഷയും വരുന്നത് ക്രിസ്തുവിലൂടെയാണ്. അതാണ് ആ സാർവത്രികത. വാവ്, അത് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ്. അവർക്ക് പേരറിയില്ലെങ്കിലും അവർ അനുഭവിക്കുന്നത് ദൈവകൃപയാണല്ലേ? അപ്പൊ പിന്നെ ഈ അവസാനത്തെ പോയിന്റായ അപ്പസ്തോലികം എവിടെയാണ് വരുന്നത്? ഈ സാർവത്രികതയിൽ സഭയുടെ വേരുകൾ നഷ്ടപ്പെടാതിരിക്കാനാണ് ആ അപ്പസ്തോലിക സ്വഭാവം. അതായത് ലോകം മുഴുവൻ പടർന്നു പന്തലിക്കുമ്പോഴും അടിസ്ഥാനം ഇളകാതിരിക്കാൻ. അതെ, യേശുവിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാർ കൈമാറിയ പഠനങ്ങളും അധികാരവും ഇന്നും മിത്രാന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇതൊരു റിലേ മത്സരം പോലെയാണ്. ബാറ്റൺ കൈമാറുന്നത് പോലെയല്ലേ? കൃത്യം. കൈവയ്പു ശുശ്രൂഷയിലൂടെ 2000 വർഷമായി ഒരിക്കൽ പോലും മുറിഞ്ഞു പോകാത്തൊരു ശൃംഖലയാണത്. 2000 വർഷമായി മുറിയാത്ത ഒരു ഫിസിക്കൽ ടച്ച്. അത് വളരെ ശക്തമായ ഒരു ചിത്രമാണ് ശ്രോതാവേ.
ഈ അപ്പസ്തോലിക പിന്തുടർച്ചയാണ് സഭയെ അതിന്റെ വേരുകളുമായി ബന്ധിപ്പിക്കുന്നത്. അതെ, ഈ 4 കാര്യങ്ങളും ആദർശങ്ങളെയും മനുഷ്യന്റെ പോരായ്മകളെയും എങ്ങനെ ഒന്നിപ്പിക്കാമെന്നതിന്റെ പാഠം കൂടിയാണ്. സഭയുടെ ആത്യന്തിക ലക്ഷ്യം തന്നെ കാലത്തിന്റെ അവസാനത്തിലുള്ള പൂർണ്ണമായും ഏകീകരിക്കപ്പെട്ട ഒരു സമൂഹമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രോതാവേ, ഒരു വലിയ ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ഈ ഇന്റർനെറ്റ് യുഗത്തിൽ നമ്മുടെ അതിരുകളൊക്കെ മാഞ്ഞു പോവുകയാണല്ലോ. അതെ, വലിയ മാറ്റങ്ങളാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അപ്പോ ഈ ഡിജിറ്റൽ സംസ്കാരം സഭയുടെ ഐക്യമെന്ന പുരാതനമായ ലക്ഷ്യത്തെ വെല്ലുവിളിക്കുമോ? അതോ എല്ലാവരെയും കൂടുതൽ ബന്ധിപ്പിച്ചുകൊണ്ട് ആ സാർവത്രിക ലക്ഷ്യത്തിന് വേഗം കൂട്ടുമോ? ഇതേക്കുറിച്ച് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയൊരു വിഷയവുമായി അടുത്ത തവണ കാണാം.